ഹായ് കൂട്ടുകാരെ, താജ്മഹലിൻ്റെ കവാടം ഒത്തിരി ജനങ്ങളുണ്ട്. ഞങ്ങൾ രാവിലെയാണ് അവിടെ എത്തിയത്. ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്തു, വീഡിയോസ് എടുത്തു. അവിടെ മുഴുവനായി ചുറ്റിക്കറങ്ങി കണ്ടു. അകത്ത് കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല. അപ്പോൾ കബറിടത്തിൻ്റെ ഭാഗത്തിലോട്ട് അകത്തോട്ട് കയറുമ്പോൾ താജ്മഹലിൻ്റെ ഉൾവശത്തോട്ട് കടക്കുമ്പോൾ നമ്മുടെ ചെരുപ്പിനെ മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പിൻ്റെ മേലെ അവർ തരുന്ന ഒരു ചെരുപ്പും കൂടെ നമ്മൾ അണിയണം. തിരിച്ച് വരുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുന്ന ഭാഗത്ത് ഒരു വലിയൊരു ഡബ്ബ വെച്ചിട്ടുണ്ട്. ആ ഡബ്ബയ്ക്കകത്ത് നമ്മൾ അഴിച്ചിടണം. അപ്പോൾ താജ്മഹൽ കാണാനുള്ള കൗതുകം വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. എങ്ങനെ ഇരിക്കുന്നു താജ്മഹൽ നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയതാണ്. എൻ്റെ മകളാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. മോനും മോളും കൂടെ എന്നെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ ഞാനിതെല്ലാം കണ്ടു, സന്തോഷമായി തിരിച്ചു വന്നു. വിദേശികൾ വരെ നമ്മുടെ ഷാജഹാൻ പണിതീർത്ത താജ്മഹൽ കാണാൻ കൽപ്പണികളെല്ലാം കണ്ട് കല്ലിൽ പച്ചയും ചുവപ്പും കല്ലുകളാണ്. പിന്നെ അവർ ആ ഭിത്തിയിൽ ആർച്ചിൽ എഴുതി വച്ചിരിക്കുന്നത് അറബിയോ ഉറുദുവോ ആയിരിക്കാം. അതിൻ്റെ ഭാഷ എനിക്കറിയില്ല. ഞാൻ അതെല്ലാം പകർത്തിയിട്ടുണ്ട്. കാണാനുള്ള ഒരു കൗതുകത്തിന് ആർച്ചിൽ മുഴുവനായി എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ് ഭാഷ എന്നറിയില്ല. അറബിയോ ഉറുദു ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാനിതിൽ പകർത്തിയിരിക്കുന്നത്. നമുക്ക് വായിക്കാൻ അറിയാത്ത ഭാഷയായതുകൊണ്ട് ഞാനതങ്ങനെ എടുത്തിട്ട് വന്നു. അങ്ങനെ താജ്മഹലിൻ്റെ അകത്ത് കയറി അവരുടെ കബറിടമെല്ലാം കണ്ടു, സന്തോഷമായിട്ട് തിരിച്ചു വന്നു. മാർബിളിൽ ഇങ്ങനെ കൊത്തുപണികളായിട്ടാണ് പണിതിരിക്കുന്നത്. കണ്ടാസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും എപ്പോഴെങ്കിലും ഒരിക്കൽ ഡൽഹി വരെ പോകാനോ അല്ല അതിനായിട്ടെങ്കിലും ഒന്ന് പോയി കണ്ടിട്ട് വരാം.